ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടലിലെ മഹാമത്സ്യം വിഴുങ്ങിയ യോനയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കടലിലെ മഹാമത്സ്യം ജീവനുള്ള മനുഷ്യനെ ജീവനോടെ വിഴുങ്ങി 3 രാവും 3 പകലും കഴിഞ്ഞ് ജീവനോടെ കരയിൽ ചേർത്തിച്ചു. ഇത് വെറും കെട്ടുകഥയല്ല, നടന്ന സംഭവമാണ്. വിശുദ്ധ ബൈബിളിൽ ചെറിയ പ്രവാചകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് യോന. ഇസ്രായേൽ രാജ്യക്കാരനായ യോനയെ എല്ലാവർക്കും വളരെ ഇഷ്ടവും സ്നേഹവുമായിരുന്നു. കാരണം അയാൾ ദൈവഭക്തനും ഒരു പ്രാർത്ഥനാ മനുഷ്യനും എല്ലാവരോടും അനുകമ്പയുള്ള മനുഷ്യനുമായിരുന്നു. ഇസ്രായേലിന് അടുത്തുള്ള ഒരു വലിയ മനോഹരമായ പട്ടണമാണ് നിനവേ. എന്നാൽ ഇവിടുത്തെ മനുഷ്യർ ദുർമാർഗികളും അത്യാഗ്രഹികളും കലഹപ്രിയരും ദൈവസ്നേഹമില്ലാത്തവരുമായിരുന്നു. അതിനാൽ ഒരു ദിവസം ദൈവം യോനയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിനവയിൽ പോയി അവരുടെ ദുഷ്ടതയ്ക്ക് വിരോധമായി പ്രസംഗിക്കണമെന്ന്. എന്നാൽ യോന ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നിനവയിൽ പോകേണ്ടതിന് പകരം തർശീസിലേക്ക് പോകുന്നതിന് വേണ്ടി കപ്പൽ കയറി. എന്നിട്ട് ആരും കാണാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി സുഖമായി കിടന്നുറങ്ങുവാൻ തുടങ്ങി. ഇത് ദൈവം കണ്ട ഉടനെ ഒരു പെരുങ്കാറ്റ് കടലിൽ അടുപ്പിച്ചു. കപ്പൽ പെട്ടെന്ന് കാറ്റിൽപ്പെട്ട് ആടി ഉലഞ്ഞ് തകരാൻ തുടങ്ങി. ഇത് കണ്ട കപ്പൽ പ്രമാണിയും മറ്റു യാത്രക്കാരും പേടിച്ച് ഭയപരവശരായി. ഉടനെ ഇതാര് നിമിത്തമാണ് എന്നറിയേണ്ടതിന് അവർ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. നീ ആര്, നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചതിന്, എൻ്റെ പേര് യോന എന്നും കടലിനെയും കരയെയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ദാസനായ ഒരു എബ്രായനാണെന്നും പറഞ്ഞു. ഉടനെ ഈ അനർത്ഥം ആര് മുഖാന്തരമാണ് ഉണ്ടായത് എന്ന് അറിയേണ്ടതിന് അവർ ചീട്ടിട്ടു. ചീട്ട് യോനയുടെ പേരിൽ വീണു. ഈ സമയമൊക്കെ കടലിൽ വളരെ ക്ഷോഭമുണ്ടായിട്ട് കപ്പൽ ആടി ഉലയുകയായിരുന്നു. ഇവൻ കാരണമായിരിക്കും കപ്പലിന് അനർത്ഥം ഉണ്ടായതെന്ന് കരുതി കപ്പലിൽ ഉണ്ടായിരുന്നവർ യോനയെ എടുത്ത് കടലിൽ ഇട്ടുകളഞ്ഞു. ഈ സമയം ദൈവം ഒരു മഹാമത്സ്യത്തെ കടലിൽ കൽപ്പിച്ചാക്കിയിരുന്നു. കടലിൽ ഇട്ട ഉടനെ ആ മത്സ്യം യോനയെ എടുത്ത് വിഴുങ്ങി. കടലിലെ കാറ്റും കോളും ഉടനെ ശാന്തമായി. യോന ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നു. മത്സ്യം യോനയെയും വഹിച്ചുകൊണ്ട് കടലിൻ്റെ ആഴത്തിലേക്ക് പോയി. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു. തനിക്കുണ്ടായ അനുസരണക്കേട് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കരുണാമയനായ ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ടു. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് യോനയെ കരയിൽ കൊണ്ടുപോയി ചേർത്തിച്ചു. പിന്നെയും ദൈവം യോനയോട് പറഞ്ഞു, നിനവേയിൽ പോയി അവർക്ക് വിരോധമായി പ്രസംഗിക്കണം. യോന ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നിനവേ പട്ടണത്തിലേക്ക് പോയി. നിനവേ പട്ടണം വളരെ മനോഹരമായതും അതിമഹത്തായതും ആയിരുന്നു. എന്നാൽ പട്ടണവാസികൾ ദുർമാർഗികളും കോപിഷ്ഠന്മാരും ദൈവത്തെ അനുസരിക്കാത്തവരുമായിരുന്നു. യോനയോട് ദൈവം പറഞ്ഞതുപോലെ പ്രസംഗിച്ചു പറഞ്ഞു, അല്ലയോ നിനവേ പട്ടണമേ, 40 ദിവസം കഴിഞ്ഞാൽ ഈ പട്ടണത്തെ ദൈവം ഉന്മൂലമാക്കും എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഈ വർത്തമാനം രാജാവിൻ്റെ അടുക്കലെത്തി. ഉടനെ രാജാവ് സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് രാജവസ്ത്രം മാറ്റിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിൽ ഇരുന്നു. ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ വളരെ അനുതാപത്തോടുകൂടെ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന ദൈവം കേട്ട് അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്ന് ദൈവം ആ നിനവേ പട്ടണത്തെ രക്ഷിച്ചു. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തിൽ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തു കളയണമേ എന്ന് പറഞ്ഞു. യഹോവയോട് പ്രാർത്ഥിച്ചു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. പിന്നെ യോന നഗരം വിട്ടു ചെന്ന് കിഴക്കേ വശത്ത് ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം
അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റന്നാൾ പുലർന്നപ്പോൾ ആവണക്ക് കുത്തിക്കളയുന്നതിന് വേണ്ടി ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ദൈവം യോനയോട്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതിന്, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഇവിടെ യോനയുടെ സ്വഭാവം എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടുക എന്നുള്ളതായിരുന്നു. ഒന്നാമതായി കപ്പലിൻ്റെ അടിത്തട്ടിൽ ആരും കാണാതെ കിടന്നുറങ്ങി. അവിടെ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നു. അടുത്തതായി ഒരു ആവണക്കിൻ്റെ കീഴിൽ സന്തോഷത്തോടെ പാർത്തു. ദൈവം അതും എടുത്തു കളഞ്ഞു. ഇതാണ് യോനയുടെ അവസ്ഥ.